നീലേശ്വരം ആസ്ഥാനമായി ഫോക്കസ് എന്ന പേരിൽ പുതിയ കലാസാംസ്കാരിക വേദി നിലവിൽ വന്നു. പ്രശസ്ത കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കലയും സംസ്കാരവും ഉള്ളിടത്തു മാത്രമേ സാഹോദര്യവും ഐക്യവും നിലനിൽക്കുകയുള്ളൂവെന്ന് പ്രശസ്ത കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. നീലേശ്വരം ഫോക്കസ് കലാസാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിവർത്തനം ചെയ്യപ്പെട്ടാൽ മനുഷ്യന്റെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി. അതിന് പരിഹാരമായ പ്രധാനപ്പെട്ട ഒന്ന് സർഗാത്മകതയാണ്. സർഗാത്മകത വളർത്തിക്കൊണ്ടുവരികയാണ് എല്ലായിടത്തും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സാധിക്കില്ല. പക്ഷെ സർഗാത്മകത വളർത്തിക്കൊണ്ടുവന്നാൽ ഹിംസാത്മകത പതുക്കെ പതുക്കെ അസ്തമിക്കും. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തോട് ആയുധമെടുക്കാതെ പോരാടിയ ഒരു വലിയ മനുഷ്യന്റെ നാടാണ് നമ്മുടെ നാട്. അദ്ദേഹത്തെ നമ്മൾ രാഷ്ട്രപിതാവ് എന്നാണ് വിളിക്കുന്നത്. മഹാത്മജിയുടെ നാടാണിത്. മഹാത്മജിയെ കുറിച്ച് വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ പ്രശസ്തമായ കവിത എൻ്റെ ഗുരുനാഥൻ അറിയാമല്ലോ. പുസ്തകമെന്നെ പുണ്യാധ്യാപനം പുലർത്തുന്നവൻ, ആയുധമെന്നെ ധർമ്മസങ്കരം നടത്തുന്നവൻ. ഇതോടൊപ്പം ജാനകിയമ്മയുടെ അനശ്വരഗാനങ്ങൾ കോർത്തിണക്കിയ മാനസമണിവീണ സംഗീത സന്ധ്യയും അരങ്ങേറി. ഉദ്ഘാടന ചടങ്ങിൽ നീലേശ്വരം നഗരസഭാ ചെയർമാൻ പി മുഹമ്മദ് റാഫി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഫോക്കസ് ചെയർമാൻ ഡോക്ടർ വി സുരേശൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PM സന്ധ്യ, ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ ഹമീമ മുഹമ്മദ്, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ K ചന്ദ്രമതി, ഫോക്കസ് നിർവ്വഹണ സമിതി അംഗങ്ങളായ U ഉണ്ണികൃഷ്ണൻ, PU ചന്ദ്രശേഖരൻ, സുനിൽ പട്ടേന, KK നാരായണൻ, CM സുരേഷ്, KV ഗീത, TK അനീഷ്, KV പുഷ്പ, ബിന്ദു മരങ്ങാട്ട്, PV ശൈലേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ഫോക്കസ് സെക്രട്ടറി ഡോക്ടർ NP വിജയൻ സ്വാഗതവും ട്രഷറർ K പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.